അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലാണ്. ജക്കാർത്ത എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ക്യാപിറ്റലാണല്ലോ. അവിടുന്ന് ഒരു 3.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം ഈ സ്ഥലത്തെത്താൻ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബാന്തൂൾ. അപ്പോൾ വലിയ സംഭവം ഒന്നല്ല. അവിടെ നമ്മൾ താമസിച്ചൊരു ഹോട്ടൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അക്രമ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഹോട്ടലിൽ നമ്മൾ താമസിച്ചിട്ടില്ല. നമ്മൾ സോളിയാർ മുതൽ ഷെറാട്ടൺ മുതൽ ഇതിലെല്ലാം താമസിച്ചത്. പക്ഷേ ഇമാതിരി ഒരു ഹോട്ടൽ അയ്യോ പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഹോട്ടലിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ, ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസവും ചോദിച്ചിട്ട് റൂമിൽ പോകേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ. എന്നാൽ അത് അങ്ങനെ ഉണ്ടായി. രണ്ടാമത്തെ ദിവസവും എനിക്ക് എൻ്റെ റൂമിലേക്ക് പോകാനുള്ള വഴി തെറ്റി. എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ റൂമിലെത്തിയത്. വല്ലാത്ത ജാതി. ഒന്ന് കണ്ടു വയ്ക്കാൻ. ചെറിയ ഒരു സംഗതികളൊന്നും കാണിച്ചു തരാം കേട്ടോ. സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞത് എന്ത് സ്വിമ്മിംഗ് പൂളാണ്, ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സോളിയാർ മറ്റേ സ്വിമ്മിംഗ് പൂൾ പറയും ഇതിൻ്റെ പകുതിയുള്ളൂ. ഒരു ജാതി സ്വിമ്മിംഗ് പൂൾ. ഇത് നമ്മുടെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഫുഡ് കോർട്ടിൻ്റെ ഭാഗമാണ്. രാത്രി 12 മണിയായി. അപ്പോൾ അത് കാരണമാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും പറയാൻ പറ്റില്ല. അത് കാണുമ്പോൾ നമ്മുടെ വയറ് നിറയും. അമ്മാതിരി ഫുഡ്. നമ്മൾ 3 ദിവസമാണ് അവിടെ നിന്നത്. 3 ദിവസവും ഈ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഡെസേർട്ടും മറ്റേ ജ്യൂസുകളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഐസ്ക്രീമിൻ്റെ വെറൈറ്റി അയ്യോ ഇത് പറയണ്ട. എന്തായാലും ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുക. ഒന്ന് കണ്ടു നോക്കി. ഞാൻ താമസിച്ചതിൽ എനിക്ക് സംഭവമായിട്ട് തോന്നിയ ഹോട്ടൽ ഷങ്കറിലാണ് കേട്ടോ. അത് സിബു എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ ഷെറാട്ടണും മറ്റേ സോളിയാറും ഒക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് ഒരു എന്താ പറയുക, ഇത് പ്രത്യേക ഒരു വൈബ്. എന്തെങ്കിലും അവിടെ അടിപൊളി. എന്നായാലും നമ്മളിവിടെ എത്തി, ഊഞ്ഞാൽ കണ്ടു. എന്നാൽ പിന്നെ ഒന്ന് ആടിയിട്ട് പോവാം. അതല്ല അതിൻ്റെ ഒരു മര്യാദ. ഊഞ്ഞാലിനും ഒരു വിഷമം വേണ്ട, നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട. ഇതിവിടെയൊക്കെ ഓരോ വഴികൾ കാണണം. നല്ല രസമായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി നോക്കാം. പകൽ നമുക്ക് നാളെ രാവിലെ പറ്റിയെങ്കിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങാം. സമയം കിട്ടാൻ വഴി ചാൻസ് കുറവാണ്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ സംഗതി ഇവർ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവില്ല. സ്ഥലം ഇവിടെ സ്ഥലത്തിനൊന്നും വിലയില്ലേ. ഇതേപോലെ പക്ഷെ എനിക്ക് ഈ ഹോട്ടൽ കണ്ടിട്ടേ എനിക്ക് തോന്നുന്നത് ഇത് ഒരു എന്താ പറയുക, വലിയ ഒരു ഇതില്ലാത്ത രീതിയിലുണ്ടായി.